ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മോഡ്യൂൾ 5 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ മോഡ്യൂൾ 5-ൽ നമ്മൾ ഒരു ടോപ്പിക്കും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതായത് അവസാനത്തെ ടോപ്പിക്ക്. ബേസിക്കലി 3 ടോപ്പിക്സ് ആണെന്ന് പറയാം. അത് റെഫ്രിജറേഷനും പിന്നെ പമ്പ്സ് ആൻഡ് ടർബൈൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 3-ാമത്തെ ടോപ്പിക്കായ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്സ്, അതായത് ഈ പോർഷൻസാണ് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഈ ബാക്കിയുള്ള വീഡിയോസിൽ കാണുന്നത്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെൽറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. ഈ ബെൽറ്റ് ഡ്രൈവിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പവർ ട്രാൻസ്മിഷനെ പറ്റി നോക്കാം. പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ബേസിക്കലി ഉപയോഗിക്കുന്ന 3-4 മെത്തേഡ്സാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ പവറൊന്നുമല്ല, മെക്കാനിക്കൽ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഈ മെക്കാനിക്കൽ പവറിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ റോപ്പ് ഡ്രൈവ് എന്ന പോർഷൻ മാത്രം നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. റോപ്പ് ഡ്രൈവ് കഴിഞ്ഞ സിലബസിലൊക്കെ മെൻഷൻ ചെയ്തായിരുന്നു. ഇപ്പോഴത്തെ പുതിയ സിലബസിൽ റോപ്പ് ഡ്രൈവ് മെൻഷൻ ചെയ്തിട്ടില്ല. ബാക്കി 3 മെത്തേഡ്സും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും പഠിക്കുന്നത്. ഈ കാണുന്നതാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ബെൽറ്റ് എന്ന മീഡിയം ഉപയോഗിക്കുന്നു. ആ ബെൽറ്റിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ബെൽറ്റൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. ഈ മെഷീനൊക്കെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടു കാണും. ഏത് സ്ഥലത്താണ് ഈ മെഷീൻ കണ്ടിട്ടുള്ളത്? ഫ്ലോർ മിൽ, അതായത് അരി പൊടിക്കുന്ന ആ ഷോപ്പ്, ആ ഫ്ലോർ മില്ലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അരി പൊടിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് കണ്ടു കാണും. ഇങ്ങനത്തെ മെഷീൻസ് അവിടുത്തെ റൂമുകൾ കാണും. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഒരു മോട്ടർ കാണും, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടർ കാണും. ആ മോട്ടർ എന്ന് പറയുന്നത് ആ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മെഷീൻസ്, ഒരു 3-4 മെഷീൻസ് റൂമിൻ്റെ പല പൊസിഷനിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കും. അതിലൊരു മെഷീൻ അരി പൊടിക്കാനായിരിക്കും, മറ്റൊരു മെഷീൻ ഗോതമ്പ് പൊടിക്കാനായിരിക്കും, മൂന്നാമതൊരു മെഷീൻ ചിലപ്പോൾ മുളക് പൊടിക്കാനായിരിക്കും, അങ്ങനെ ഓരോന്നിനായിരിക്കും. അപ്പോൾ ഈ കോർണറിലുള്ള ആ മോട്ടറിൽ നിന്നായിരിക്കണം പവർ ഈ മെഷീനിലോട്ട് എത്തിക്കേണ്ടത്. ആ മോട്ടർ എന്ന് പറയുന്നത് ആ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും. ആ കോർണറിൽ നിന്ന് ഈ ബെൽറ്റ് ഡ്രൈവ് വഴിയാണ്, ഈ ബെൽറ്റ് ഉപയോഗിച്ചായിരിക്കും ഈ മെഷീനിലോട്ട് പവർ എത്തിക്കുന്നത്. പവർ എത്തിക്കുക എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ എത്തിക്കുന്നത്. മോട്ടറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റോട്ടറി മോഷൻ ഈ മെഷീനിലോട്ട് എത്തിക്കുന്നത് ഇങ്ങനത്തെ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ഈ ബെൽറ്റ് ഡ്രൈവിന് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതായത് മോട്ടർ മുതൽ ഈ മെഷീൻ്റെ ഈ പുള്ളി വരെയുള്ള, ഈ കമ്പോണൻറ്റിനെ പുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുള്ളി വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 8-10 ഫീറ്റ് ആയിരിക്കും. അത്രയും അടി ദൂരം കാണും, അത്രയും ഫീറ്റ് ഡിസ്റ്റൻസ് കാണും. ഒരു 5-6 മീറ്റർ ഡിസ്റ്റൻസ് കാണും മോട്ടറും ഈ മെഷീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മോട്ടറിൽ നിന്ന് മെഷീൻ വരെയുള്ള ആ ഡിസ്റ്റൻസ്, അത്രയും ദൂരം പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, പവറിനെ എത്തിക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു മീഡിയം, ആ ഒരു ഡ്രൈവാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവറിനെ എത്തിക്കുക, മെക്കാനിക്കൽ പവറിനെ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവ്. അപ്പം ഞാനിവിടെ പറഞ്ഞു ഒരു റൂമിൻ്റെ ഒരു കോർണറിലായിരിക്കും മോട്ടർ വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ആ മെഷീൻ്റെ കൂടെ തന്നെയായിരിക്കും മോട്ടർ വെച്ചിട്ടുള്ളത്. ഈ മെഷീനിൽ കാണും പോലെ മെഷീൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ ഫ്ലോറിൽ മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോട്ടർ എന്നുള്ളത് ഈ പോർഷനിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് മെഷീൻ്റെ ഈ പോർഷനിലോട്ട്, ഇവിടെയാണ് പുള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെയാണ് പവർ എത്തിക്കേണ്ടത്. അപ്പോൾ ഈ മോട്ടറിൽ നിന്നും ഈ മെഷീൻ്റെ ഈ പോർഷനിലോട്ട് പവർ എത്തിക്കുന്നതും ബെൽറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. അല്ലാതെ ഈ മോട്ടർ നേരെ ഈ പോർഷൻ ഇത്രയും ഹൈറ്റിൽ നേരിട്ട് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയല്ല. മോട്ടർ എന്നുള്ളത് താഴെ ഫ്ലോറിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് എവിടെയാണോ പവർ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുന്നതും ഈ ബെൽറ്റ്, ചെറിയ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ കേസിലായിരുന്നാലും ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പവർ എത്തിക്കാനാണ് ഈ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഈ ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും എല്ലാം ഇതേ സെയിം പർപ്പസ് തന്നെയാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവർ എത്തിക്കാൻ വേണ്ടി തന്നെയാണ്, മെക്കാനിക്കൽ പവർ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ 3 ടൈപ്പും യൂസ് ചെയ്യുന്നത്. പക്ഷേ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സാധാരണ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത് ലാർജ് ഡിസ്റ്റൻസ്, അതായത് ഒരുപാട് ദൂരത്തേക്ക്, അതായത് ലെറ്റ്സ് സേ ഒരു 10 മീറ്റർ അത്രയും ദൂരത്തേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ റൂമിൻ്റെ കോർണറിൽ മോട്ടർ ഇരിക്കുന്നു, അവിടെ നിന്ന് ഒരു 8-10 ഫീറ്റ് മാറിയായിരിക്കും ആ മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലേക്ക്, അത്രയും ദൂരത്തേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, പവറിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. തിയറിറ്റിക്കലി പറയുന്നത് അപ് ടു 10 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ആ ലൊക്കേഷനിലോട്ട് പവർ എത്തിക്കാനായിട്ട്
ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കാം എന്നാണ് തിയററ്റിക്കലി പറയുന്നത്, അപ് ടു 10 മീറ്റേഴ്സ്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഡിസ്റ്റൻസിലേക്ക്. ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും ഒക്കെ ആണെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം ചെയിൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മേ ബി 3 മീറ്റേഴ്സ് ദൂരം അല്ലെങ്കിൽ 2 മീറ്റേഴ്സ് ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബെൽറ്റ് ഡ്രൈവിന് ഒരു ലിമിറ്റേഷൻ എന്തെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് വളരെ ഹെവി പവർ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ലോ ക്വാണ്ടിറ്റി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും ഒക്കെ ആണെങ്കിൽ വളരെ ഹെവി പവർ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെൽറ്റ് ഡ്രൈവ് അങ്ങനെയല്ല. ബെൽറ്റ് ഡ്രൈവിൽ ഒരു ലോ ക്വാണ്ടിറ്റി, ഒരു ലോ ലെവൽ പവർ എന്ന് പറയാം, അത്രയും പവർ മാത്രമേ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ബെൽറ്റ് ഡ്രൈവിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് പുള്ളീസ് എന്ന് പറയാം. പുള്ളിയുടെ പുറത്തു കൂടെയാണ്, മുകളിൽ കൂടെയാണ് ഈ ബെൽറ്റ് ചുറ്റിയിരിക്കുന്നത്. ഈ ബെൽറ്റ് എന്ന് പറയുന്നത് എൻഡ് ലെസ് ബെൽറ്റാണ്. എൻഡ് ലെസ് എന്ന് പറഞ്ഞാൽ അതിന് എൻഡ്സ് ഇല്ല. ഇവിടെ എൻഡില്ലാതെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ബെൽറ്റാണ് ഈ വെച്ചിരിക്കുന്നത്. ഒരു ഒറ്റ ബെൽറ്റായിരിക്കും. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കും. അത് നമുക്ക് അറിയാനൊക്കത്തില്ല അവിടെ ഒരു എൻഡ് ഉണ്ട് എന്ന് തന്നെ അറിയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എൻഡ് ലെസ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ 2 പുള്ളിയുടെ ഇടയിലായിരിക്കും ആ ബെൽറ്റ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ബെൽറ്റ് മൂവ് ചെയ്യുന്നു. ആ ബെൽറ്റ് മൂവ് ചെയ്ത് ഈ പുള്ളിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മിക്കവാറും ചെറിയ പുള്ളിയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് ആ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന പുള്ളിയെ ഡ്രൈവർ പുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിയിലാണ് പവർ എത്തുന്നതെന്ന് കരുതുക. ഇവിടെ ഒരു ഷാഫ്റ്റ് കാണും, ഇവിടെ ഒരു ഷാഫ്റ്റ് കാണും. ഈ ഷാഫ്റ്റിൽ നിന്ന് ഇപ്പുറത്തെ ഷാഫ്റ്റിലേക്ക് പവർ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഷാഫ്റ്റ്, ഇതിനെ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയും, ഇത് ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് ഷാഫ്റ്റ് കാണാൻ കഴിയത്തില്ല, ഇതിനെ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. അതായത് ഈ ഡ്രൈവർ ഈ ഷാഫ്റ്റിൽ നിന്ന് ഇപ്പുറത്തെ ഷാഫ്റ്റിലേക്കാണ് പവർ എത്തിക്കേണ്ടത്. അപ്പോൾ ഈ ഷാഫ്റ്റാണ് അതിനെ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഷാഫ്റ്റിനെ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രൈവർ ഷാഫ്റ്റിൽ ഒരു പുള്ളി കണക്ട് ചെയ്യും, ഈ ഡ്രിവൺ ഷാഫ്റ്റിൽ ഒരു പുള്ളി കൊണ്ട് കണക്ട് ചെയ്യും. ഇതിനെ ഡ്രൈവർ പുള്ളി എന്നും ഇതിനെ ഡ്രിവൺ പുള്ളി എന്നും പറയും. സാധാരണ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ പുള്ളിയാണ് സാധാരണ ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ 100% കേസിലും എങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ മെജോറിറ്റി കേസസിലും ചെറിയ പുള്ളിയാണ് ഡ്രൈവർ പുള്ളിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം പവർ എത്തുന്നത് അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പുള്ളി എന്ന് പറയുന്നത് ഈ ഡ്രൈവർ പുള്ളിയായിരിക്കും. ഇവിടെ നിന്നായിരിക്കും ഇപ്പോഴത്തെ ഡ്രിവൺ പുള്ളിയിലേക്ക് പവർ എത്തിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈവർ പുള്ളി, ഇത് ഡ്രിവൺ പുള്ളി എന്ന് സാധാരണ പറയാറുണ്ട്. ഈ പുള്ളിയും ഈ 2 പുള്ളീസും തമ്മിലിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അതനുസരിച്ചായിരിക്കും ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഗ്യാപ്പാണെങ്കിൽ പെർഫെക്റ്റ് ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ബെൽറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. 2 പുള്ളിയുടെ ഇടയിലുള്ള ബെൽറ്റിന് ആവശ്യത്തിന് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ബെൽറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ് എങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ ചുറ്റിയിരിക്കുന്ന ബെൽറ്റ് വളരെ ലൂസായിട്ട് കിടക്കത്തുള്ളൂ. അങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ബെൽറ്റ് ആണെങ്കിൽ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ടെൻഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ, വലിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെൽറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോഴും തന്നെ വളരെ ഹെവി പവർ ആണെങ്കിൽ ഈ ബെൽറ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ ഹെവി പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പ് ആയിപ്പോവും, ബെൽറ്റ് സ്ലിപ്പ് ആയിപ്പോവും. ഈ പുള്ളി കിടന്ന് റൊട്ടേറ്റ് ചെയ്യത്തേ ഉള്ളൂ, അതിനനുസരിച്ച് ബെൽറ്റ് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വളരെ ഹെവി പവർ ഈ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാത്തത്. ഈ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ബേസ് ചെയ്താണ്. ഒന്ന്, ഈ 2 പുള്ളീസ് തമ്മിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ കാരണം. രണ്ടാമത്തത് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. ഈ ഡ്രൈവർ പുള്ളിയിൽ എത്ര ഏരിയ, അതായത് എത്ര ആംഗിൾ കോണ്ടാക്റ്റ് വരുന്നു, അതുപോലെ തന്നെ ഡ്രിവൺ പുള്ളിയിലും എത്ര ആംഗിൾ കോണ്ടാക്റ്റ് വരുന്നു. ഈ ഏരിയ ഓഫ് കോണ്ടാക്റ്റും ഈ ബെൽറ്റിൻ്റെ ടെൻഷനും ബേസ് ചെയ്താണ് ഇതിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആവശ്യത്തിന് ടെൻഷനും ആവശ്യത്തിന് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെൽറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഡ്രിവൺ പുള്ളിയിലേക്ക് പവർ എത്തുന്നത്. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ ഈ സിലബസിൽ പ്രോബ്ലംസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രം പഠിച്ചാൽ മതി എന്നാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെൽറ്റ് ഡ്രൈവിൻ്റെ ആയിരുന്നാലും ചെയിൻ ഡ്രൈവിൻ്റെ ആയിരുന്നാലും ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്, ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ബെൽറ്റ് ഡ്രൈവിൽ ഉപയോഗിക്കുന്ന ബെൽറ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്.
ദാ ഇങ്ങനെയാണ് ഷേപ്പ് എങ്കിൽ അതിനെ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയും. ദാ ഇങ്ങനെയാണ് ഷേപ്പ് എങ്കിൽ വി ബെൽറ്റ് എന്ന് പറയും. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ പുള്ളി എന്ന് പറയുന്നത്, അതായത് ദാ ഈ കാണുന്ന ഈ കമ്പോണൻറ്റ്, അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് തന്നെയായിരിക്കും. ആ ഫ്ലാറ്റായിട്ടുള്ള പുള്ളിയുടെ പുറത്തായിരിക്കും ഈ ഫ്ലാറ്റ് ബെൽറ്റ് ചുറ്റിയിരിക്കുന്നത്. അതേസമയം വി ഷേപ്പിലുള്ള ബെൽറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സൈഡ്സ് ഇങ്ങനെ ആംഗുലർ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അതിനാണ് വി ബെൽറ്റ് എന്ന് പറയുന്നത്, ആ വീയുടെ ഷേപ്പ് പോലെ. അങ്ങനെ വി ബെൽറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ദാ സ്പെഷ്യൽ പുള്ളിയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനൊരു വി ഷേപ്പിലുള്ള സ്ലോട്ടുള്ള പുള്ളിയാണ് ഈ വി ബെൽറ്റ് ഉപയോഗിക്കേണ്ടത്. ആ സ്ലോട്ടിൽ മുഴുവനായും ഇറങ്ങി നിൽക്കണമെന്നില്ല, പക്ഷേ ആ ബെൽറ്റിൻ്റെ രണ്ട് സൈഡും, ഈ രണ്ട് സൈഡ്സും ആയിരിക്കും ഈ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പിലുള്ള ബെൽറ്റാണെങ്കിൽ അതിനെ വി ബെൽറ്റ് എന്ന് പറയും. വി ബെൽറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഷേപ്പ്, ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളുള്ള ഒരു സ്ലോട്ട് ഈ പുള്ളിയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ വി ബെൽറ്റ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതേസമയം ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിൽ അതിൻ്റെ പുള്ളിയും ഫ്ലാറ്റായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും. ഇത് രണ്ടും ഓരോ ഡിഫറെൻറ്റ് സിനാരിയോസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ഫോട്ടോ കാണാം. ഇതാണ് നമ്മൾ കാണുന്ന ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബെൽറ്റാണെന്ന് പറയാം ഈ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫ്ലാറ്റ് ബെൽറ്റ്സ് ഇരിക്കുന്നത്. അതേസമയം വി ബെൽറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടു കാണും, പല മെഷീനിലും ഇങ്ങനെ ഒരു ബെൽറ്റ് നിങ്ങൾ കണ്ടു കാണും. ഈ ബെൽറ്റിനെ വി ബെൽറ്റ് എന്നാണ് പറയുന്നത്. സാധാരണ ഈ വി ബെൽറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സമയത്താണ് വി ബെൽറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്ലാറ്റ് ബെൽറ്റിനെക്കാളും കൂടുതൽ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഈ വി ബെൽറ്റിനുണ്ട്. ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാലും ബെൽറ്റിൻ്റെ ഫ്ലാറ്റ് ബെൽറ്റുമായിട്ട് നോക്കുമ്പോൾ വി ബെൽറ്റിന് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് വി ബെൽറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. കാരണം അതെന്ന് പറയുന്നത് സ്ലിപ്പായി പോകത്തില്ല. കാരണം ഒരു സ്ലോട്ടുണ്ട്, ആ ബെൽറ്റിന് ഇറങ്ങിയിരിക്കാനുള്ള സ്ലോട്ട് അതിൻ്റെ പുള്ളിയിൽ ഉണ്ടാക്കിയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വി ബെൽറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്ലിപ്പായി പോകത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ്, ഈ ഒരു ഫ്രിക്ഷൻ കൊണ്ടാണ് ഈ ബെൽറ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ പുള്ളിയും ഇവിടെ തന്നെ ഈ പുള്ളിയും ഈ ബെൽറ്റുമായിട്ട് സഫിഷ്യൻറ്റ് ഫ്രിക്ഷനുണ്ട്. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ടെൻഷനും ഈ ഏരിയ ഓഫ് കോണ്ടാക്റ്റിലുണ്ടാവുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമാണ് ഈ ബെൽറ്റ്, ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബെൽറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ബെൽറ്റിൻ്റെ കേസിൽ വരുമ്പം ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂടും. കാരണം അത് രണ്ട് സൈഡിലായിട്ടാണ് അതിൻ്റെ കോണ്ടാക്റ്റ് സർഫസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റ് ബെൽറ്റിനാണെങ്കിൽ അത്രത്തോളം ഏരിയ കൂടുതലാണ് എങ്കിൽ പോലും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കില്ല. ഇവിടെ രണ്ട് സൈഡിലും കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് കൂടുതൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അവിടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഈ സ്ലോട്ടിലോട്ട് ഇറങ്ങിയാണ് ഈ വി ബെൽറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വി ബെൽറ്റിനുണ്ട്. പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബെൽറ്റ് മേ ബി തിയറട്ടിക്കലി 10 മീറ്റർ ദൂരത്തേക്ക് വരെ പവറിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും വി ബെൽറ്റിന് അത്രത്തോളം കപ്പാസിറ്റി ഇല്ല. വി ബെൽറ്റിന് ഒരു 2 മീറ്റേഴ്സ് അല്ലെങ്കിൽ 3 മീറ്റേഴ്സ് മാക്സിമം, അത്രയും ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റേഷൻ വി ബെൽറ്റിനുണ്ട്. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ അത്രത്തോളം ഡിസ്റ്റൻസിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ വി ബെൽറ്റിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇത് സിംഗിൾ ബെൽറ്റായിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല, മൾട്ടിപ്പിൾ ബെൽറ്റായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ബെൽറ്റ് ഉണ്ടെന്ന് പറയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ 4 വി ബെൽറ്റ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ മൾട്ടിപ്പിൾ ബെൽറ്റ്സ് ആയിട്ട് ഈ വി ബെൽറ്റ് സാധാരണ യൂസ് ചെയ്യാറുള്ളൂ, സിംഗിൾ ബെൽറ്റായിട്ട് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം, കൂടുതൽ ഹെവി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് വി ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലാറ്റ് ബെൽറ്റും ഉണ്ട്, വി ബെൽറ്റും ഉണ്ട്. ഈ 2 ടൈപ്പ് ബെൽറ്റാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള യൂസും ഉണ്ട്. ഇനി അടുത്ത ബെൽറ്റ് മെറ്റീരിയൽസിനെ പറ്റി നോക്കാം. എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്? ഇത് മേ ബി 2-3 മാർക്സിനെ ചോദിക്കത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സാധാരണ ബെൽറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റബ്ബർ, ലെതർ, ബലാറ്റ, കോട്ടൺ എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബെൽറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ബെൽറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബെൽറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ആ ബെൽറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്താണ് ഏത് മെറ്റീരിയലാണ് ബെൽറ്റിന് സൂട്ടബിൾ ആണ് എന്ന് സെലക്ട് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടീസ് ഒരു 3-4 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 ബെൽറ്റിൻ്റെ സ്ട്രെങ്ത്, 2 ഫ്ലെക്സിബിലിറ്റി, 3 സഫിഷ്യൻറ്റ് ലൈഫ്. സഫിഷ്യൻറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെൽറ്റ് ഏറെ നാൾ നിലനിൽക്കണം. അതായത് 2-3 മാസം മാത്രമേ ബെൽറ്റ് ഉപയോഗിച്ചാൽ പോരാ, വർഷങ്ങളോളം ഉപയോഗിക്കണം. ഒരു 2-3-4 വർഷത്തോളം ഉപയോഗിക്കാനുള്ളതാണ് ബെൽറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ 1-2 മാസം യൂസ് ചെയ്യുമ്പോഴേ പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചല്ല ബെൽറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് പിന്നെ ഈ ഹൈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും പിന്നെ അതിൻ്റെ ടെൻഷൻ, ബെൽറ്റിൻ്റെ ടെൻഷനും കൊണ്ടാണ്
ഈ ബെൽറ്റിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു പുള്ളിയിൽ നിന്ന് മറ്റൊരു പുള്ളിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ടെൻഷനും പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ആ ബെൽറ്റും ആ പുള്ളിയുമായിട്ടുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വളരെ ഹൈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വേണം ബെൽറ്റ് ഉണ്ടാക്കേണ്ടത്. ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹൈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പവർ നമുക്ക് ബെൽറ്റ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്താണ് ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് 2-3 മാർക്സിന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ജസ്റ്റ് അതിൻ്റെ ബേസിക് പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി, ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇതാണ് ബെൽറ്റ് മെറ്റീരിയൽസും പ്രോപ്പർട്ടീസ് ഓഫ് ബെൽറ്റും. പിന്നെ ഉള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്ന്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. എന്തൊക്കെ ടൈപ്പ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ടെന്ന് ആകെ 2 ടൈപ്പ് ബെൽറ്റ് ഡ്രൈവേ ഉള്ളൂ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവും. അതിൻ്റെ ഫിഗേഴ്സാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഡ്രൈവർ പുള്ളിയെന്ന് ഇത് ഡ്രിവൺ പുള്ളിയെന്ന് പറയാം. ഇവിടെ വലിയ പുള്ളിയാണ് ഡ്രൈവർ പുള്ളിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ചെറിയ പുള്ളിയെ ഡ്രിവൺ പുള്ളിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഈ ബെൽറ്റ് നമ്മൾ ചുറ്റിയിരിക്കുന്ന ഈ ഡ്രൈവർ പുള്ളീൻ്റെ ഡ്രൈവർ പുള്ളിൻ്റെയും പുറത്തു കൂടിയാണ് ഈ ബെൽറ്റിനെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ചുറ്റിയിരിക്കുന്നത് എങ്കിൽ അതിനെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. ഇവിടെ കാണിച്ചിട്ടുള്ള ഇതെല്ലാം ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇതും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് അല്ല, ഫുള്ളി കാണിച്ചിട്ടില്ല, എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇതും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആ പുള്ളിയുടെ മുകളിൽ കൂടെയാണ് ആ ബെൽറ്റ് ചുറ്റി പോകുന്നതെങ്കിൽ അതിനെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. ഈ മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്നത് 2 ഷാഫ്റ്റും അതായത് 2 പുള്ളിയും ഒരേ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലാണ് ഈ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ സെയിം ഡയറക്ഷനിൽ തന്നെ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അതേസമയം ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേഷൻ പോകുന്നത്. ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രിവൺ പുള്ളി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പാരലൽ ഷാഫ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ബെൽറ്റിൻ്റെയും പുറത്തുകൂടെ ആണെങ്കിലും അത് ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും അതിവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇത് ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ ഡ്രിവൺ പുള്ളി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് പറയാം. രണ്ടാമതൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആ പുള്ളിയും ഈ ബെൽറ്റുമായിട്ടുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഇവിടെ കൂടുതലാണ്. ഇവിടെ ഇത്രയും ഏരിയ മോർ ദാൻ 180 ഡിഗ്രി ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഡ്രിവൺ പുള്ളിയിലും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് മോർ ദാൻ 180 ഡിഗ്രി ആ ആർക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 180 ഡിഗ്രി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 180 ഡിഗ്രിയെക്കാളും കുറച്ചും കൂടെ കൂടുതൽ മാത്രമേ ഉള്ളൂ ഈ പോർഷനിൽ ഡ്രൈവർ പുള്ളി വരുന്നുള്ളൂ. ഡ്രോൺ പുള്ളിയിലാണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ 180 ഡിഗ്രി പോലും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കുറവാണെന്ന് പറയാം ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ. പക്ഷേ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിലാണെങ്കിൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വളരെ കൂടുതലാണ്. ഡ്രിവൺ പുള്ളിയിലും ഡ്രൈവർ പുള്ളിയിലും മോർ ദാൻ 180 ഡിഗ്രീസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ട്രാൻസ്മിഷനും ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ ഉണ്ട് എന്ന് പറയാം. അത്ര ഒരുപാട് കൂടുതലല്ല, എന്നാലും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനെക്കാളും കുറച്ച് കൂടുതൽ പവർ ട്രാൻസ്മിഷൻ കൂടുതൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രിവൺ പുള്ളി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഈ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ബെൽറ്റ് മടങ്ങി വരുന്നുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ 2 കേസിലും കാണുമ്പോഴേ മനസ്സിലാവും ബെൽറ്റ് ഇവിടെ ഈ ഒരു മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ മടങ്ങിയാണ് ഇപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അത് കാരണം ഈ 2 ബെൽറ്റും കൂടെ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ കോണ്ടാക്റ്റിൽ എന്തായിരുന്നാലും വരും. അങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ തന്നെ ആ വിയർ അവിടെ സംഭവിക്കും. ആ ബെൽറ്റിൻ്റെ എഡ്ജസ് ഈ 2 ബെൽറ്റും തമ്മിൽ ഉരസി അവിടെ വിയർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വിയർ ഉണ്ടാവുകയാണെങ്കിൽ ബെൽറ്റിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രോസ് ബെൽറ്റ് ഡ്രൈവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ ഹൈ സ്പീഡിൽ സാധാരണ റൊട്ടേറ്റ് ചെയ്യാറില്ല. വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ കൂടുതൽ വിയർ സംഭവിക്കും. ഇങ്ങനെ ഒരു ടച്ച് കോണ്ടാക്റ്റിൽ വരുന്നതുകൊണ്ട് കൂടുതൽ വിയർ സംഭവിക്കും. അതുകൊണ്ട് വളരെ ഹൈ സ്പീഡിൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യാറില്ല. അതൊന്നാമത്തെ പ്രിക്കോഷൻ. രണ്ടാമത്തെ ഒരു പ്രിക്കോഷനായിട്ട് സാധാരണ അവർ പറയുന്ന ഇതിൻ്റെ ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ബെൽറ്റിൻ്റെ തിക്നെസ്സിൻ്റെ 20 ടൈംസിനെക്കാളും കൂടുതലായിരിക്കണം.
ബെൽറ്റിൻ്റെ തിക്നെസ്സിൻ്റെ 20 ടൈംസിനെക്കാളും കൂടുതലാവണമെങ്കിൽ മാത്രമേ ഈ ഒരു വിയർ ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അതിനേക്കാളും അടുത്ത് കാണുമെങ്കിൽ, ബെൽറ്റിൻ്റെ തിക്നെസ്സിൻ്റെ 20 ടൈംസിനെക്കാളും കുറവാണ് എങ്കിൽ, ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കുറവാണ് എങ്കിൽ കൂടുതൽ വിയർ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പം കൂടുതൽ ഡിസ്റ്റൻസ് ഇത് കീപ്പ് ചെയ്യും. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൂടുതൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ ഈ ക്രോസ് ബെൽറ്റ് ഡ്രൈവിൽ ഈ ഒരു വിയർ സംഭവിക്കാതിരിക്കും. തിയററ്റിക്കൽ പറയുന്നത് ഈ ബെൽറ്റിൻ്റെ തിക്നെസ്സിൻ്റെ മോർ ദാൻ 20 ടൈംസ് അത്രത്തോളം ലെങ്തി കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിയർ ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിക്കോഷനും കൂടെ ഈ ക്രോസ് ബെൽറ്റ് ഡ്രൈവിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഹൈ സ്പീഡും പോസിബിൾ അല്ല, വളരെ ക്ലോസ് ആയിട്ട് ഇതിൻ്റെ ഈ 2 പുള്ളിയും വയ്ക്കാനും സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിയർ സംഭവിക്കും. അപ്പോൾ ഇതാണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവിൻ്റെ പെക്യൂലാരിറ്റീസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സും എക്സാമിന് ചോദിക്കും. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, മേ ബി 4 or 5 മാർക്സിന് ഇത് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഈ ഫിഗർ വരച്ച് സിമ്പിളായിട്ട് ഒരു 3-4 പോയിൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. അപ്പം ബെൽറ്റ് ഡ്രൈവിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് സ്കെച്ചസ് ഓഫ് എന്നും പറഞ്ഞേ കൊടുത്തിട്ടുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ മേ ബി കുറച്ചും കൂടെ കാര്യങ്ങൾ കൊടുത്തിരിക്കും. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ബേസിക് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ നമുക്ക് ചെയിൻ ഡ്രൈവിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.